ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ഓയിൽ ലീക്കാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ മൈനർ ചെക്കപ്പായിട്ട് ചെയ്യുക, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി അതിൻ്റെ ഓയിൽ ലീക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ അടിഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡിൽ വരെ ഓയിൽ വന്നിട്ടുണ്ട്, ഈ സൈഡിൽ ഓയിൽ വന്നിട്ടുണ്ട്, ഈ ഭാഗത്ത് അതേപോലെ ഈ സൈഡിലൊക്കെ മൊത്തം ഓയിൽ ലീക്കാണ് കേട്ടോ. അപ്പോൾ ഹെഡ് കവർ ഗ്യാസ്കറ്റിൻ്റെ അവിടെ ലീക്ക് ഉണ്ട്. അപ്പോൾ ക്ലച്ച് സൈഡിൽ നിന്ന് ലീക്ക് വന്നാലാണ് കൂടുതൽ ഈ ഭാഗത്ത് വരാറ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ചിൻ്റെ സൈഡ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ക്ലച്ചിൻ്റെ ഓയിൽസിലൊന്നും വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഇതിനകത്തൊരു ഫിൽറ്റർ വരുന്നുണ്ട്, സ്ക്രീൻ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് ലീക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ചു നോക്കിയിട്ട് ഓറിങ് മാറ്റിയാൽ മതി, ഓറിങ് മാറ്റിയിടാം. അതല്ലെങ്കിൽ ആ ക്യാപ്പും ഓറിങ്ങും കൂടി മാറ്റിയിടാം. പിന്നെ മെയിനായിട്ട് വേറെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്തു നിന്നാണ്. ഹെഡ് കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് ഒഴുകാറുണ്ട്. ഈ ഒരു ഗ്യാസ്കറ്റാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അത് മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് ഇങ്ങനെ ചാടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് കൂടുതലായിട്ട് നമുക്ക് ആ സൈഡിൽ കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കവർ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറും കൂടി മാറ്റി ഫ്രണ്ടിലെ ഹെഡിൻ്റെ ഭാഗം ഓക്കെ ആക്കാം. ക്ലച്ച് സൈഡിനകത്തേക്ക് വരുമ്പോൾ ജസ്റ്റ് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഒന്ന് ക്ലീൻ ചെയ്താണ്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് അഴിച്ചു നോക്കിയത്. കാരണം ഞാൻ അത്രയ്ക്കും ലീക്ക് അടിഭാഗത്ത് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നത് ഈ ക്യാപ്പാണ്. ആ ക്യാപ്പ് നോക്കിയിട്ട് ഓറിങ് മാത്രം മാറ്റിയാൽ മതിയെങ്കിൽ ഓറിങ് മാത്രം മാറ്റിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാപ്പ് മാറ്റി ഓറിങ്ങും കൂടിയിട്ട് മാറ്റി സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് ഓയിൽ ഊറ്റേണ്ടി വരും. കാരണം ഈ കവർ ഗ്യാസ് ഇപ്പോഴത്തെ ടാപ്പിട്ട് ഈ കവറിൻ്റെ ഓറിങ് മാറണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഊറ്റിയാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഓയിൽ ഊറ്റി നോക്കാം. ലെവൽ കുറവൊന്നുമില്ല, ഓയിൽ നല്ല ഓയിലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മൈനർ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. വേറെ പ്രത്യേകിച്ചാണ് കംപ്ലയിൻ്റ് ഒന്നും കണ്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഏകദേശം എത്ര എമൗണ്ട് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. ഏകദേശം നമുക്കിപ്പോൾ വണ്ടി ഇപ്പോൾ കയറിയാണെന്ന് ഏകദേശം ഒരു 3 മണി ആവാറായിട്ടുണ്ട്. ഏകദേശം ഒരു 5 മണിക്കുള്ളിലൊക്കെ എടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കിയേക്കാം. ഓക്കെ.